നമസ്കാരം. ഒരു നല്ല വാർത്ത പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ടൈം ആരംഭിക്കാം. വാർത്ത അടാട്ട് പഞ്ചായത്തിൽ നിന്നാണ്. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് അനിൽ അക്കര. അമല ആശുപത്രിയുമായി ചേർന്നാണ് പഞ്ചായത്തിലെ ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുന്നതെന്ന് അനിൽ അക്കര വിശദമാക്കുന്നു. അമല ആശുപത്രിയിൽ ജനറൽ വാർഡിൽ പ്രവേശിക്കുന്ന അടാട്ട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ഫാർമസി ബില്ലൊഴികെ വരുന്ന ബില്ലുകൾക്ക് 35% കിഴിവ് ലഭിക്കും. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി റേഷൻ കാർഡിന്റെ കോപ്പി സഹിതം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ശുപാർശ സഹിതമുള്ള പ്രത്യേക ഫോമിൽ അപേക്ഷ നൽകിയാൽ അമല ആശുപത്രി ഓരോ വ്യക്തിക്കും അമല ആശുപത്രി ഹെൽത്ത് കാർഡ് അനുവദിക്കും. ഓരോ വർഷവും ഈ കാർഡ് പുതുക്കണം. ഫെബ്രുവരി 1 മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുഖേന ഫോം വിതരണം ചെയ്യുമെന്നും അനിൽ അക്കര സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിശദമാക്കി. ഈ വാർത്തയോടുകൂടി നമ്മൾ ന്യൂസ് ടൈമിലേക്ക് പോകുന്നു. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ UDF പാരഡി ഗാനങ്ങളിൽ അഭയം തേടുകയാണെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. ശരിയായ രാഷ്ട്രീയ ചർച്ചയിലൂടെയാണ് രാഷ്ട്രീയ അംഗീകാരം നേടേണ്ടതെന്നും ബേബി. ചാലക്കുടിയിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ ദേഹത്തേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്തി. യാത്രക്കാരനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ. ജീവനക്കാർ കണ്ടതിനാൽ അപകടം ഒഴിവായി. ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്നാണ് മൂർഖനെ കണ്ടത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിന്റെ വികസനമടക്കമുള്ള അടിസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ UDF പാരഡി ഗാനങ്ങളിൽ അഭയം തേടുകയാണെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അപരമത വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ കലാപത്തിന്റെ അന്തരീക്ഷവും ഒക്കെ സൃഷ്ടിക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ ശക്തികൾ കൊടുങ്ങല്ലൂർ പിടിച്ച് അടക്കി കഴിഞ്ഞു എന്ന മട്ടിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നാളുകളിൽ ഈ പ്രദേശത്ത് വിശേഷിച്ചും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അവകാശവാദം ഉന്നയിക്കുകയും തങ്ങൾ ജയിച്ചു കഴിഞ്ഞു, ഇനി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുക എന്നുള്ള ചെറിയ ഔപചാരികതകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എന്ന മട്ടിലാണ് വർഗീയ ഫാസിസ്റ്റ് പ്രവണതകളുള്ള RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന BJPയുടെ ഈ പ്രദേശത്തെ നേതാക്കൾ ശരിയായ രാഷ്ട്രീയ ചർച്ചയിലൂടെയാണ് രാഷ്ട്രീയ അംഗീകാരം നേടേണ്ടതെന്നും MA ബേബി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദിർ, KK അബീദ് അലി, KR ജൈത്രൻ, KP രാജൻ, CK ഗിരിജ, ഷീജ ബാബു, ഷീല രാജ്കമൽ എന്നിവർ സംസാരിച്ചു. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. LDF സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. കൊടുങ്ങല്ലൂരിലെ CPM നേതാക്കളും ദേശീയ ജനറൽ സെക്രട്ടറിയെ അനുഗമിച്ചു. വീട്ടുകാര്യങ്ങൾ പങ്കിട്ടും നാട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്തും CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. സമകാലിക രാഷ്ട്രീയവും വികസനവും പ്രാദേശിക പ്രശ്നങ്ങളുമെല്ലാം സന്ദർശനത്തിൽ ചർച്ചയായി. CPMന്റെ വിവിധ തലത്തിലുള്ള നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ സൗഹൃദ സന്ദർശനത്തിൽ പങ്കാളികളായി. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന്റെയും അഭിപ്രായങ്ങൾ തേടുന്നതിന്റെയും ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. നഗരസഭ വയലാർ വാർഡിലെ വലിയ പറമ്പിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിലായിരുന്നു ആദ്യ സന്ദർശനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, KK അബീദ് അലി, KR ജൈത്രൻ, TK രമേഷ് ബാബു തുടങ്ങിയവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ ദേഹത്തേക്ക് മരം വീണു. കൊരട്ടി നാലുകെട്ട് സ്വദേശി കൂടാലപ്പറമ്പിൽ ഷാജുവിന്റെ ദേഹത്തേക്കാണ് മരം വീണത്. ഇന്ന് രാവിലെ 10 മണിയോടെ ചാലക്കുടി പോട്ട ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപം നിന്നിരുന്ന പൂവാക മരമാണ് കടപുഴകി വീണത്.
മരത്തിനടിയിൽപ്പെട്ട ഷാജുവിനെ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് രക്ഷപ്പെടുത്തിയത്. അപകടത്തിൽ സ്കൂട്ടർ തകർന്നു. ഷാജുവിനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ. ജീവനക്കാർ കണ്ടതിനാൽ അപകടം ഒഴിവായി. ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്നാണ് മൂർഖനെ കണ്ടത്. ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ 2 ആഴ്ചയായി പാമ്പിനെ കണ്ടിരുന്നതായി രോഗികൾ പറഞ്ഞു. ആശുപത്രി ജീവനക്കാരനും സ്നേക്ക് റെസ്ക്യൂവറുമായ സുധീഷ് KP പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. തൃശൂർ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനറൽ ആശുപത്രിയിൽ പ്രതിദിനം 100 കണക്കിന് പേരാണ് ചികിത്സാർത്ഥം എത്താറുള്ളത്. കേറുന്നില്ലല്ലോ ഈശ്വര, എന്ത് സുധീഷ നല്ല ദേഷ്യം. ഒക്കട കൂട്ടാ മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായയിൽ ഔപചാരിക തുടക്കം. ധർമ്മധ്വജാരോഹണം നിർവഹിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മഹോത്സവത്തിലെ ആദ്യ സ്നാനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ നാവാമുകുന്ദ ക്ഷേത്ര സ്നാനഘട്ടിൽ നടന്നു. വേദമന്ത്രോച്ചാരണങ്ങൾ, ജപഘോഷങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. മഹാമാഘ മഹോത്സവത്തിന് ധർമ്മധ്വജാരോഹണം നിർവഹിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ചടങ്ങിൽ മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്, മോഹൻജി ഫൗണ്ടേഷൻ ചെയർമാൻ ബ്രഹ്മശ്രീ മോഹൻജി, വർക്കിംഗ് ചെയർമാൻ K. ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ K. കേശവദാസ്, സാമൂതിരി കുടുംബാംഗമായ KC ദിലീപ് രാജ, അരീക്കര സുധീർ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 9 മണിയോടെ മഹാമാഘ മഹോത്സവത്തിലെ ആദ്യ സ്നാനം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ നാവാമുകുന്ദ ക്ഷേത്ര സ്നാനഘട്ടിൽ നടന്നു. വേദമന്ത്രോച്ചാരണങ്ങൾ, ജപഘോഷങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ നടന്നത്. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിന് സമീപമുള്ള ത്രിമൂർത്തി മലയിലെ ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനത്തിൽ നിന്ന് മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ടുള്ള വിശുദ്ധ രഥയാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചു. വിവിധ സന്യാസി സമുദായങ്ങളിലെ മുതിർന്ന ആചാര്യന്മാരും യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. മാഘഗുപ്ത നവരാത്രിയുടെ ആദ്യ ദിനമായ ഇന്ന് ആരംഭിച്ച രഥയാത്ര ജനുവരി 21-ന് തിരുനാവായയിൽ സമാപിക്കും. മീഡിയ ടൈം, തൃശൂർ. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്തിനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. കുർബാന, പ്രസിദ്ധേന്തി വാഴ്ച, സന്ദേശം എന്നിവ നടന്നു. ഫാദർ മാർട്ടിൻ മാളിയേക്കൽ കൂനൻ, ഫാദർ ടോൾമിൻ, ഫാദർ VP പുറത്തൂക്കാരൻ, ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. വൈകിട്ട് കുർബാന, പ്രദക്ഷിണം എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ അടിസ്ഥാന രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ UDF പാരഡി ഗാനങ്ങളിൽ അഭയം തേടുകയാണെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. ശരിയായ രാഷ്ട്രീയ ചർച്ചയിലൂടെയാണ് രാഷ്ട്രീയ അംഗീകാരം നേടേണ്ടതെന്നും ബേബി. ചാലക്കുടിയിൽ സ്കൂട്ടർ യാത്രക്കാരന്റെ ദേഹത്തേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി രക്ഷപ്പെടുത്തി. യാത്രക്കാരനെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ.
ജീവനക്കാർ കണ്ടതിനാൽ അപകടം ഒഴിവായി. ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്ത് നിന്നാണ് മൂർഖനെ കണ്ടത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.